അരോമ ടി വിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ തിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതത്തിലെ ദൈവം നടത്തിയ അത്ഭുതകരമായ വേളയെക്കുറിച്ച് പങ്കുവയ്ക്കുവാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ഐസക് തോമസ് അങ്കിളാണ്. അമേരിക്കയിൽ പാർത്തുകൊണ്ട് തൻ്റെ ജീവിതയാത്രയിൽ ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളുടെ നല്ല ഓർമ്മകൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നു. വാത്സല്യ പിതാവ് ഒറ്റയ്ക്ക് ആണ് താമസിക്കുന്നത്. തൻ്റെ ജീവിത പങ്കാളി കഴിഞ്ഞ ചില നാളുകൾക്ക് മുൻപ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് വളരെ വേദനയിലും പ്രയാസത്തിലും ഒക്കെ ആയിരിക്കുന്ന ആ പിതാവ് വളരെ ആഗ്രഹത്തോടുകൂടി തൻ്റെ ചില ഓർമ്മകൾ നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നു. അത് നമുക്ക് ഏവർക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ. തൻ്റെ ജീവിതത്തിൽ ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ കാണുകയും കേൾക്കുകയും ചെയ്യാം. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ അരോമ ടി വിയുടെ ശ്രോതാക്കൾക്ക് കൊണ്ട് വിശേഷ പ്രാർത്ഥന നടന്നു വരുന്നു. നിങ്ങൾക്കും അതിൽ സംബന്ധിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രിയ ഐസക് തോമസ് അങ്കിളിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തു. എൻ്റെ പേര് റവറൻ ഐസക് തോമസ്. ഞാൻ ജനിച്ചത് മെയ് 25, 1938 അഞ്ചനാട്ട് വീട്ടിൽ, ഇരുവേരൂർ താലൂക്കിൽ, ഇരുവേരൂർ പഞ്ചായത്തിൽ, തിരുവല്ല താലൂക്കിൽ, ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ. ഞാൻ ഒരു ക്രിസ്ത്യ മാതാപിതാക്കന്മാരാൽ ജനിച്ച് വളർത്തപ്പെട്ട് ഹൈസ്കൂൾ വരെ അഥവാ SSLC വരെ പഠിക്കുവാൻ ദൈവമിടയാക്കി. വിവിധ പ്രയാസങ്ങളാൽ എൻ്റെ മാതാപിതാക്കന്മാർ കൃഷിക്കാരും മറ്റുമായിരുന്നു. അവർക്ക് വെളിയിൽ നിന്നുള്ള സമ്പാദ്യമോ വരുമാനമില്ലായിരുന്നു. വളരെ കഷ്ടപ്പെട്ടാണ് എന്നെ പഠിപ്പിച്ചതും വളർത്തിയതും. അങ്ങനെ വരുന്നനവേ ഞാൻ ഹൈസ്കൂൾ പാസ്സായതോടുകൂടി എൻ്റെ പേരൻസ് എന്നിൽ നിന്ന് വളരെ പ്രതീക്ഷിക്കുകയും ജോലി കിട്ടുകയും മാതാപിതാക്കന്മാരെ സഹായിക്കുകയും സഹോദരങ്ങളെ വളർത്തുകയും ചെയ്യും. ഞാൻ നിരാശയിലും പ്രയാസത്തിലുമായി കഴിഞ്ഞുകൂടി. മുൻപ് പാസ്സായി എന്നുള്ളതല്ലാതെ എനിക്കവരെ വേണ്ടവണ്ണം സപ്പോർട്ട് ചെയ്യുവാൻ കഴിവില്ലാത്ത നിലയിലായി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ജീവിതം എങ്ങനെയും നശിപ്പിച്ചാൽ മതി എന്നുള്ളതായ ഒരു ചിന്തയിൽ വന്നു. 1956 ഹൈസ്കൂൾ പാസ്സായി 57 ഒരു സംഭവം ഞങ്ങളുടെ വീട്ടിലുണ്ടായി. എൻ്റെ മാതാപിതാക്കന്മാർ വീട്ടിലില്ലാത്ത സമയം ആ സൗകര്യം നോക്കി എൻ്റെ ജീവിതം അവസാനിപ്പിച്ചാൽ കൊള്ളാമെന്നുള്ള ചിന്തയോടുകൂടി ഞാൻ തനിയായിരുന്ന വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങി. എൻ്റെ വീടിൻ്റെ മുറ്റത്തൊരു കിണറുണ്ടായിരുന്നു. ആ കിണറിൻ്റെ മുകളിൽ കൂടെ ഒരു മാവ് ചരിഞ്ഞു കിടന്നിരുന്നു. ആ മാവേൽ കയറി എങ്ങനെയും ജീവിതം അവസാനിപ്പിക്കണമെന്നുള്ള ചിന്തയോടുകൂടി ശ്രമിക്കുമ്പോൾ മുറ്റത്തുള്ള കിണറ്റിൻ്റെ അരിയിൽ കിടന്നതായ തൊട്ടിയിൽ നിന്ന് കയറഴിക്കുന്നതായ ശബ്ദം കേട്ടപ്പോൾ തൊട്ടി കിടുങ്ങുകയും സമീപത്തുള്ള ഒരു വീട്ടിൽ നിന്ന് ഉള്ള പട്ടി കേട്ട് കുരയ്ക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് അവരുടെ ഇലക്ട്രിക് ലൈറ്റ് ഓൺ ചെയ്തു. അവരുടെ വിൻഡോയിൽ കൂടെ എൻ്റെ മുഖത്തേക്കാണ് ആ ഇലക്ട്രിക് ലൈറ്റ് വന്നത്. അതോടുകൂടി സമീപത്തുള്ള പട്ടികളെല്ലാം കുരയ്ക്കാൻ തുടങ്ങിയതോടുകൂടി ഞാൻ ആ പ്രയത്നം അവസാനിപ്പിച്ചിട്ട് ഞാൻ വീട്ടിൽ കയറി ദൈവത്തോട് പ്രാർത്ഥിച്ചാദ്യമായിട്ട്, എൻ്റെ ദൈവമേ, നീ എന്നെ സഹായിക്കുന്നുവെങ്കിൽ എൻ്റെ ശിഷ്ടമുള്ളതായ സമയം ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കാമെന്നും. എന്നാൽ ഞാൻ മാർത്തോമ സഭയിലെ ഒരംഗമായിരുന്നു. ഇരുവേരൂർ മാനുവൽ ചർച്ചിലെ വളരെ പ്രസിദ്ധീകരിച്ച ഒരു ചർച്ചും അവിടെയാണ് റവറൻ KE ഉമ്മൻ
അവരുകൾ ശുശ്രൂഷിച്ച സ്ഥലമാണ്. അവിടെ യൂത്ത് ലീഗിലും മറ്റുമായിട്ട് ഞാൻ പ്രവർത്തിച്ചു പോകുന്നു എന്നുള്ളതല്ല, ഒരു രക്ഷാനിർണയം പ്രാപിപ്പാനായിട്ട് എനിക്ക് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ തുടർന്ന് അങ്ങോട്ട് പോകുന്നതായ സമയം 1957 തോന്നുന്നു ഒരു വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി. ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് മണിമലയാറിൻ്റെ തീരത്താണ്. ആ രാവിലെ ഞാൻ ആറ്റിൻ്റെ മണപ്പുറത്തൂടെ നടന്ന് ചെന്ന് പല്ല് തേച്ച് മുഖം കഴുകി കയറുമ്പോൾ അവിടെ വെള്ളം വളരെ കുറവായിരുന്നു. എന്നാൽ അന്ന് രാവിലെ എനിക്ക് അവിടെ ഒരു ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാനായി പോയതായ സമയത്ത് അത് ഒരു 2 കിലോമീറ്ററിൽ നടന്നു വേണം പോകാൻ. അവിടെ ചെന്ന് പഠിച്ചേച്ച് വരുമ്പോൾ എനിക്ക് വീട്ടിൽ വന്ന് പറ്റാൻ പ്രയാസമായി. ഭയങ്കര വെള്ളം, വരുന്നതായ വഴിയെല്ലാം വെള്ളം പൊങ്ങി വീടിൻ്റെ മുറ്റത്ത് വരെയും വെള്ളം കയറി. ഞാൻ വന്നപ്പോൾ ഏതാണ്ടൊരു 11 മണിക്ക് മുമ്പായിട്ട് ഞാൻ വീട്ടിൽ വന്നു. അപ്പോൾ മാതാപിതാക്കന്മാർ വളരെ വിഷമതയോടും പ്രയാസത്തോടും കൂടി ഇരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന്. ഞങ്ങൾക്ക് 2-3 കന്നുകാലിയുണ്ട്, ഒരു എരുമയുണ്ട്. ഇതിനെ എവിടോട്ടേലും അടുത്ത പ്രദേശത്തോട്ട് കര പറ്റിക്കാനായിട്ട് ഞാൻ വളരെ ശ്രമിച്ചതിൻ്റെ നിമിത്തമായിട്ട് 1-2 കൊണ്ടുപോയി. പിന്നെ കോഴിയൊക്കെ കോഴിക്കൂടിനകത്ത് പിടിച്ച് കയറ്റിയിട്ടു. ഞങ്ങളുടെ പെരക്കകത്ത് വെള്ളം കയറിയപ്പോൾ ഒരു കട്ടിലിൻ്റെ മേൽ വേറൊരു കട്ടിലെടുത്ത് വെച്ച് അതിലായി. ഒടുവിൽ ഒരു പ്രസവിക്കാറായ എരുമ അവിടെ ഉണ്ടായിരുന്നു. എരുമയെ ജീവിപ്പിക്കണമെന്നില്ല, അവിടെ നിന്ന് കൊണ്ടുപോയേ ഒക്കത്തുള്ളൂ. ഫാദറും എൻ്റെ പിതാവും മാതാവും എൻ്റെ കണ്ണിലോട്ട് നോക്കി. ഞാൻ അതിനെ കയറും അഴിച്ചുകൊണ്ട് കരയെ പറ്റിക്കാനായിട്ട് വളരെ ദൂരം വരെ ഒരു 2 കിലോമീറ്ററിലും പോകണം, 1 മൈൽ അകലം പോകണം. അത് നെൽപ്പാടവും കരിമ്പ് കൃഷിയിലൂടെയാണ് പോകുന്നത്. അവിടെ എല്ലാം പല സ്ഥലത്തും എനിക്ക് നിലയില്ലാത്ത വിധത്തിൽ വെള്ളമായി കഴിഞ്ഞു. എന്നാൽ ഈടിക്കൊക്കെ ആകുമ്പോഴാണ് ചവിട്ടി നിന്നിട്ട് മുന്നോട്ട് പോയിട്ട് പിന്നെയും ഇങ്ങനെ നീന്തി ഞാൻ ഒരു ഒടുക്കിൽപ്പെട്ട് ഇരുവേരൂരിലെ പോസ്റ്റ് ഓഫീസിൻ്റെ പടിഞ്ഞാറ് വശത്ത് ഒരു പാലമുണ്ട്, വരാൽ പാലം എന്ന് പറയാൻ. ഇപ്പോൾ അത് വളരെ മോഡേണാക്കിയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവിടെ ഇഞ്ചുമുള്ളും മുളയും ഉള്ള ഒരു കുഴിയാണ് അതിൻ്റെ ഭാഗത്ത്. അതിൻ്റെ അടുത്തുള്ള ഒഴുക്കിൽ ഞാൻ പെട്ടു വരുമ്പോൾ ഞാൻ വളരെയധികം ക്ഷീണിക്കുകയും ഈ എരുമയും കൊണ്ട് നീന്താൻ എനിക്ക് കഴിയില്ലാത്തത് കൊണ്ട് അതൊക്കെ കണ്ടുകൊണ്ട് അവർ വിളിച്ചു. എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള പുത്തേടത്ത് മുന്നിൽ ചെറിയാച്ചാൻ എന്ന് പറയുന്ന ഒരാൾ ഓടി വന്ന് നോക്കിയപ്പോൾ ഞാനാണ്. എന്നെ എപ്പോഴും കയറ്റാൻ നിവൃത്തിയില്ലാഞ്ഞിട്ട് താൻ ഓടിച്ചെന്ന് കിണറ്റിങ്കരേന്ന് കയറെടുത്തുകൊണ്ട് വന്ന് എറിഞ്ഞ് തന്ന് അത് വലിച്ച് എന്നെയും എരുമയും കരക്കയറ്റി. അങ്ങനെയാണ് എൻ്റെ ജീവിതം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ട് പോയിരുന്നത്. ഞാൻ മുൻപോട്ടുള്ള ഗതിയില്ലായിരുന്നതായ സമയത്ത് ഒരു ബാങ്കിലെ കോഴഞ്ചേരിയിൽ, അന്ന് മാർത്താണ്ഡം ബാങ്ക് എന്ന് പറയും, അവിടെ ഒരു അപ്രന്റീസായിട്ട് കയറുവാനായിട്ടൊരു ചാൻസ് കിട്ടി. അങ്ങനെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതായ സമയത്താണ് എനിക്ക് ഈ ഒരു 15 മാസം ഞാൻ അവിടെ ഒരു പൈസ പോലും ഇല്ലാതെ ഞാൻ പലപ്പോഴും എരവേരിയിൽ നിന്ന് കോഴഞ്ചേരിക്ക് നടന്നു പോയതായ സമയമുണ്ട്. അവിടെ ഇരുന്നുകൊണ്ട് 15 മാസം കഴിഞ്ഞപ്പോൾ അവർ എന്നെ ആലപ്പുഴയ്ക്ക് ഒരു അപ്പോയിൻ്റ് ചെയ്തു. അവിടെ കുറേ നാൾ താമസിച്ചു, ജോലി ചെയ്തു. അത് കഴിഞ്ഞ് അവരെന്നെ മാർത്താണ്ഡത്ത് അയച്ചു. മാർത്താണ്ഡത്ത് നെയ്യാറ്റിൻകരയ്ക്ക് അടുത്തുള്ള മാർത്താണ്ഡം അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സാണ്. അവിടെ നിന്ന് എന്നെ തിരുവല്ലയ്ക്ക് അയച്ചു. അത് കഴിഞ്ഞ് പിന്നെയും ഞാൻ കോഴഞ്ചേരി വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു മാര്യേജിൻ്റെ പ്രപ്പോസൽ വന്നത്. എന്നെ പ്രപ്പോസ് ചെയ്ത് എൻ്റെ ഒരു സുഹൃത്താണ് ഇങ്ങനെ ഒരു വിവരം പറഞ്ഞത്. ആ സമയത്ത് എനിക്ക് സാമ്പത്തികമായിട്ടൊരു ഭാര്യയെ സപ്പോർട്ട് ചെയ്യാനോ കുടുംബത്തിൻ്റെ കാര്യം നിവർത്തിക്കത്ര വരുവാനും ഇല്ലാണ്ട് എന്നെ ആത്മീയത്തിൽ
കൂട്ടുനിന്നായ ഒരു ദൈവദാസിയുണ്ട്. ഈ അടുത്ത സമയത്ത് പുള്ളിക്കാരത്തി 100-ാമത്തെ വയസ്സിൽ മരിച്ചു, നിത്യതയിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ ഇരിക്കുന്നതായ സമയത്ത് ഞാനിതിനു വേണ്ടി ഒരു അനുകൂലവും ഇല്ല എന്ന് കണ്ട് ഇങ്ങനെ ഇരിക്കുന്നതായ സമയത്ത് ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടത് എന്നെ ഇപ്രകാരം ആത്മീയത്തിൽ കൊണ്ടുവന്ന ആ ദൈവദാസി നമ്മുടെ നാട്ടിലെ രീതി അണിച്ച് ഒരു കെട്ട് മുഷിഞ്ഞ തുണി കൊണ്ടുപോയി ആറിൻ്റെ തീരത്ത് വെച്ച് കലയിലടിച്ച് ഉണക്കുന്നതായിട്ടുള്ള പതിവാണ് ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ആ ചെയ്യുന്ന സമയത്ത് ഈ തുണി ഉണങ്ങിയതിന് ശേഷം പിഴിഞ്ഞ് മണലിൻ്റെ പുറത്തിടുന്നതായ സമയത്ത് കാറ്റടിക്കുന്നതായ സമയമായിരുന്നതുകൊണ്ട് കാറ്റത്തെ തുണി പറക്കും, ഒരു വശത്ത് ഇടുമ്പോഴത്തേക്ക് മറ്റേ പറന്നു പോകും. അപ്പോഴൊരാൾ ആ പിടിച്ച ആളെ കണ്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഇതെന്താന്നുള്ള ചിന്ത വന്നപ്പോൾ ഏതായാലും ആ ചിന്ത വന്നതോടുകൂടെ എൻ്റെ ഹൃദയത്തിൽ എന്തോ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ചിന്ത വന്നു. ഏതായാലും ഈ ആളിനെ ഒന്ന് പോയി കാണാമെന്ന് തീരുമാനിച്ചു. ഞാനും എൻ്റെ അമ്മാച്ചനും കൂടെ അവരുടെ വീട്ടിൽ പോയി. ആളിനെ കണ്ടപ്പോൾ ഞാൻ ആ സ്വപ്നത്തിൽ കണ്ട അതേ ചിരിയും അതേ ഫേസും അതേ രൂപവും കണ്ടു. അതിനോടുള്ള ബന്ധത്തിൽ എൻ്റെ ഹൃദയത്തിൽ വന്നു, ഇത് ദൈവിക പ്ലാൻ ആയിരിക്കുമെന്നുള്ള രീതിയിൽ ഞാൻ മുന്നോട്ട് സമ്മതം പ്രദർശിപ്പിച്ചു. അതിന് ചുരുക്കം ചില ദിവസങ്ങൾക്കുള്ളിൽ മാര്യേജ് നടന്നു. മാര്യേജ് നടന്ന് ഇങ്ങനെ പോകുമ്പോഴാണ് എനിക്ക് ഈ രാജ്യത്തേക്ക് വരുവാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാകുകയും 1964 സെപ്റ്റംബർ മാസം ഞാൻ ന്യൂയോർക്കിൽ വരുവാനിടയായി. പണം യാത്രയ്ക്കില്ലാഞ്ഞതുകൊണ്ട് പലയിടത്തു നിന്നും കടം മേടിച്ചാണ് ടിക്കറ്റ് എടുത്തത്. അവിടെ വന്നിറങ്ങിയിട്ട് എനിക്ക് ഹ്യൂസ്റ്റണിന് പോകണം. എന്നാൽ അവിടം വരെ പോവുകയും ഹ്യൂസ്റ്റണിൽ ബസ്സിന് പോകാമെന്നുള്ള ചിന്തയോടുകൂടി എൻ്റെ കൂടെ വന്ന 1-2 പേരെ സ്വീകരിപ്പാനായിട്ട് തിരുവല്ലക്കാരൻ ഒരു അച്ചോയി എന്ന് പറയുന്ന ഒരാൾ അവിടെ വരികയും എൻ്റെ അവസ്ഥ ആ മനുഷ്യനോട് ഞാൻ പറയുകയും ചെയ്തു, എനിക്ക് ഈ ടിക്കറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ ഒക്കുമെന്ന്. അദ്ദേഹം അവിടെ വന്നിട്ട് 1 വർഷത്തിൽ കൂടുതലായതുകൊണ്ട് കുറച്ച് പരിചയമുള്ളത് കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ നോക്കട്ടെ, ഇത് പ്ലെയിനിന് പോകാതെ ഗ്രേഹൗണ്ടിൽ ആ ബസ് സ്റ്റാൻഡിൻ്റെ ടിക്കറ്റ് എടുക്കുന്നതിന് ഈ കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് 75 രൂപ കിട്ടും. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഞാൻ ആ 75 രൂപ കൊടുത്തു. ഇതെൻ്റെ വൈഫിന് അയച്ചു കൊടുക്കണം എന്നും പറഞ്ഞ് ആ ആളിനെ ഏൽപ്പിച്ചു. ഹ്യൂസ്റ്റൺ വരെ പോകാനുള്ള പ്ലെയിൻ ടിക്കറ്റിൻ്റെ ഡിഫറൻസും ബസ്സിന് പോവുകയാണെന്ന് 75 രൂപ മിച്ചം വരും. ആ മനുഷ്യൻ അത് വാങ്ങിച്ച് എൻ്റെ വൈഫിൻ്റെ അഡ്രസ്സ് എടുത്ത് പുള്ളി അത് മണി ഓർഡർ അയച്ചു. ഞാൻ ഹ്യൂസ്റ്റണിൽ ചെന്ന് ചേരുവാൻ 3 ദിവസം എടുത്തു. ഒരു ബസ്സിൻ്റെ സ്റ്റേഷനിൽ ചെന്ന് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അതിൻ്റെ കണക്ഷൻ പോയി. എനിക്കിതിനെക്കുറിച്ച് ഇല്ല. ഇത്ര ഞാൻ ഓർത്തു തിരുവല്ലാന്ന് കോഴഞ്ചേരിയിലോ അല്ലെങ്കിൽ വല്ല ദൂരം പ്രതീക്ഷിച്ചാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എന്നാൽ ഇറ്റേക്ക് 3 ദിവസം എൻ്റെ ലഗേജും എടുത്തുകൊണ്ട് ഞാൻ ബസ് സ്റ്റേഷനിൽ നിന്ന് നടന്ന് മറ്റേ സ്റ്റേഷനിൽ ചെന്നിട്ട് ധരിച്ചതായ വസ്ത്രം ഞാൻ 3-4 ദിവസങ്ങൾ ഹ്യൂസ്റ്റണിൽ ചെന്നിട്ടാണ് ചേഞ്ച് ചെയ്യുന്നത്. അതിന് വേറെ സൗകര്യമൊന്നുമില്ല. വെള്ളം കുടിക്കുന്നതിനോ ആഹാരം കഴിക്കുന്നതിനുള്ള മാർഗമൊന്നുമില്ല. ഞാൻ അങ്ങനെ ചെയ്ത കഷ്ടപ്പാട് സഹിച്ചാണ് അവിടെ കഴിഞ്ഞത്. എന്നാൽ അനേക പ്രയാസത്തിൻ്റെ മധ്യത്തിൽ കൂടെ ആയിരിക്കുമ്പോൾ എനിക്ക് അബ്ഡോമിനലായിട്ട് ഒരു വേദന വന്നു. എൻ്റെ കൂടെ അന്ന് ഇപ്പോഴും മിനാസോട്ടയിലുള്ളതായ ഒരു ജോർജ് വർഗീസ് എന്ന് പറയുന്ന എൻ്റെ ഒരു സ്നേഹിതനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞപ്പോൾ
ഞാനൊരു സ്കൂളിനോടുള്ള ബന്ധത്തിലാണ് അവിടെ ചെന്നിരുന്നത്. അവരെന്നെ ഹോസ്പിറ്റലാക്കിയപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു എനിക്ക് സർജറി വേണം വിത്തിൻ 8 hours. ഈ സർജറി എന്നൊക്കെ പറയുന്നത് എനിക്ക് ആ കാലത്ത് വലിയ ഭയമായിരുന്നു. ആ സമയത്തേക്ക് എനിക്കൊരു മകള് നാട്ടിൽ ജനിച്ചു. അവളെ കാണാൻ സാധിക്കില്ലല്ലോ, എന്തെങ്കിലും വന്നു പോയാൽ എന്താകുമെന്നുള്ള ബന്ധപ്പാടും പലവിധ സാഹചര്യത്തിൻ്റെ മധ്യത്തിൽ ഞാൻ ഏതായിരുന്നാലും റിഫ്യൂസ് ചെയ്തു. സ്കൂൾ അതോറിറ്റിയും എൻ്റെ സ്നേഹിതൻ ജോർജും ആ സമയത്ത് എൻ്റെ ബ്രദറിലോ മിസസിപ്പി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ അങ്ങയുടെ മാസ്റ്റേഴ്സിനുള്ളതായ പടി ഈ ജോർജ് എന്ന് പറഞ്ഞ ആള് അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു നോ മാറ്റർ വാട്ട് സർജറിക്ക് പോകാൻ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്താൽ സർജറി അനുവദിക്കത്തില്ല. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെയും വളരെ വിഷമത്തിലായി. എൻ്റെ സ്നേഹിതൻ വിഷമത്തിലായി. ഞാൻ പറഞ്ഞു ഞാൻ മരിക്കുന്നേ മരിക്കട്ടെ, അല്ലെന്നിവർ ജീവിക്കുന്നേ ജീവിക്കട്ടെ. എന്നെ ഒരു തടി കൊണ്ടുള്ള ഒരു ടേബിളിലാണ് കിടത്തിയിരുന്നത്. ഒന്ന്, ഞാൻ സ്കൂൾ അതോറിറ്റിയെ ധിക്കരിക്കുന്നു. 2, ഐ ആം ടേക്കിംഗ് എ റിസ്ക്. 3, ഞാനൊരു ഫെയ്ത്ത് ബിലീവറാണെന്നുള്ളത് പറഞ്ഞ നിമിത്തം അവർക്കതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വയ്യ. ഏതായിരുന്നാലും 3 ദിവസം എന്നെ അവരവിടെ കീപ്പ് ചെയ്തു. 3 ദിവസം കഴിഞ്ഞിട്ടും മരുന്നൊന്നും ചെയ്തില്ല. 3-ാമത്തെ ദിവസം ഞാൻ എഴുന്നേറ്റിരുന്ന് എനിക്കറിയാവുന്ന വിധത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അന്ന് അവരെന്നെ ഡിസ്ചാർജ് ചെയ്തു. അന്ന് മുതൽ ഇന്ന് വരെയും എന്നെ ദൈവം സഹായിക്കുന്നു. ഞാൻ ഈ അത്ഭുത രോഗശാന്തിയിലും അതുപോലുള്ള പ്രവർത്തനത്തിലൊക്കെയും വിശ്വസിക്കുന്ന ആളുകൊണ്ട് ഞാൻ പൂർണ്ണമായി രോഗശാന്തി വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് എന്നെ ദൈവം ഇത്രത്തോളം സഹായിച്ചു. എൻ്റെ സ്ഥലം മാറുകയും ചില ക്രമീകരണങ്ങൾ ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് മാറുകയും ചില വർഷങ്ങൾ അങ്ങനെ എൻ്റെ പഠിത്തത്തോടുള്ള ബന്ധത്തിൽ കഴിച്ചുകൂട്ടി. അത് കഴിഞ്ഞ് ഞാൻ ഒരു ജോലിക്ക് വേണ്ടി പ്രവർത്തിച്ചു. എൻ്റെ ഫാമിലിയെ കൊണ്ടുവരാൻ ദൈവം ഇടയാക്കി. അവർ 75 ആയിട്ടാണ് വന്നത്. അപ്പോഴാകുന്നു എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ ഞാൻ കാണുന്നത്. അവരിവിടെ വന്നു. അവരുടെ കാര്യം, എൻ്റെ വൈഫിൻ്റെ ജോലി, അതിനൊക്കെയും ദൈവം അത്ഭുതമായ വഴികളെ തുറന്നു. ഞാൻ ഇവിടെ കൊള്ളാവുന്ന ഒരു കമ്പനിയിൽ 10-25 വർഷക്കാലം ജോലി ചെയ്യുവാനിടയായി. അവിടുന്ന് എൻ്റെ വൈഫിൻ്റെ ജോലിയോടുള്ള ബന്ധം ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ. അതുകൊണ്ട് ഞാൻ ആ ജോലി ഏർലി റിട്ടയർമെൻ്റ് എടുത്തിട്ട് അവർക്ക് റേഡിയോ കൊടുക്കുകയും ഞങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനം കൊണ്ട് ഞങ്ങൾ ജീവിക്കുകയും ചെയ്തു. ആ സമയത്ത് എൻ്റെ മക്കളുടെ വിവാഹകാര്യമൊക്കെ ആയി. ഞാനിവിടുന്ന് ഒരു മകളെയും കൊണ്ട് ആദ്യം പോയി. അവിടെ കല്യാണം കഴിഞ്ഞു. ഇവിടെ വന്നു. മറ്റേതിനെയും കൊണ്ട് ചില വർഷങ്ങൾ കഴിഞ്ഞു പോയി. അവിടെയും കല്യാണം കഴിഞ്ഞു. എൻ്റെ മകൻ്റെ വിവാഹം ആയ സമയത്ത് അവൻ പറഞ്ഞു എനിക്കും ഇന്ത്യയിൽ പോയി കല്യാണം കഴിക്കാൻ വയ്യ, നിങ്ങൾ ആരെയും അറേഞ്ച് ചെയ്താൽ ഞാൻ ആളിനെ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ്റെ കല്യാണവും ഒരു മലയാളി കൊച്ചിനെ ന്യൂയോർക്കിൽ നിന്ന് അവൻ കല്യാണം കഴിച്ചു. ദൈവകൃപയാൽ അവരെല്ലാവരും സുഖമായിരിക്കുന്നു. എനിക്ക് അങ്ങനെ 3 മക്കളും 7 ഗ്രാൻഡ് കിഡ്സും 8 ഗ്രേറ്റ് ഗ്രാൻഡ് കിഡ്സും ഉണ്ട്. ആസ് യു ഹേർഡ്, ഐ ആം 85 years old now. ഇന്ന് എൻ്റെ പ്രിയ ഭാര്യ ഈ ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞ ദിവസമാകുന്നു. ആയതിനു വേണ്ടിയാണ് ഞാൻ ഈ ദിവസം സെലക്ട് ചെയ്തത്.
പലവിധ ഒബ്സ്റ്റക്കിളൊക്കെ എൻ്റെ മുൻപിലുണ്ടായിരുന്നതിനാൽ തന്നെയും somehow it come to this special day. And she was a very dedicated person. എൻ്റെ മകള് ഇവിടെ വന്ന് പഠിച്ചു. അവൾ ഡിഗ്രിയൊക്കെ എടുത്തു. അവർക്ക് ഒരു കുഞ്ഞിനെ ദൈവം പ്രദാനം ചെയ്യുന്നതായ അതിൻ്റെ പ്രൊസീഡിയറിലായിരിക്കുമ്പോൾ എൻ്റെ ഡോട്ടർ, എൻ്റെ മകള് ഇവിടുന്ന് ഒരു 40 മൈൽ അകലെ ഡൗൺ ടൗണിൽ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ പ്രഗ്നൻസി സംബന്ധമായിട്ട് അവൾക്കൊരു പ്രയാസം ഉണ്ടാകുകയും അവളുടെ ബോസിനോട് പറഞ്ഞപ്പം ആ സ്ത്രീ പറഞ്ഞു, യു ബെറ്റർ ഗോ ഹോം ഏർലി. ഒരു ദയുള്ള സ്ത്രീ ആയിരുന്നു. അവൾ അപ്പോഴേ ട്രെയിൻ എടുത്തു. എനിക്ക് ഫോൺ കോൾ വന്നു. ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ഡെസ്പ്ലെയിൻ എന്നുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഞാൻ ചെന്നു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൾ അവിടെ വന്നു. ഞാനും വൈഫും കൂടെ അവളെ അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഹോളി ഫാമിലി ഹോസ്പിറ്റൽ എന്നുള്ള. അവർ പറഞ്ഞു ഇത് ഗുരുതരമാണ്. വാസ് ഓൺലി 26 വീക്സ് പ്രഗ്നൻ്റ്. ചില ദിവസങ്ങൾ അവിടെ കഴിഞ്ഞു. അതിനുശേഷം അടുത്ത ഒരു ഹോസ്പിറ്റലുണ്ട് ഇവിടെ, വളരെ ഫേമസ് ആണ്. അവിടേക്ക് മൂവ് ചെയ്യാമെന്ന് പറഞ്ഞു. അവർ ആംബുലൻസിൽ അവിടെ കൊണ്ടുപോയി. അവർ ചില ദിവസം കൂടെ കീപ്പ് ചെയ്തു. അതിനുശേഷം അവർ പറഞ്ഞു, ചില ദിവസം കൂടെ കീപ്പ് ചെയ്താൽ ലങ്സ് മച്യൂറാവും. അപ്പോൾ ആ ലെവലിൽ വരുമ്പോൾ ഞങ്ങൾ കുഞ്ഞിനെ എടുക്കാം, കുഞ്ഞിനെയും അമ്മയും രക്ഷിക്കാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു. ആ വിധത്തിൽ കുഞ്ഞിനെ പറഞ്ഞതായ സമയത്ത് അവർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയും അതിൻ്റെ റൈറ്റ് ടൈം വന്നപ്പോൾ കുഞ്ഞിനെ എടുക്കുകയും ചെയ്തു. ആകെ കൂടെ 2 പൗണ്ട് ചില്ലുവാനുമുണ്ട്, ലെസ് ദാൻ 3 pounds. ആൻഡ് ദാറ്റ് വാസ് മൈ ഫസ്റ്റ് grandson. And he was premature, and he was there premature ward almost 90 days. I go every day and watch him. Before they releasing him, one of the specialists said that അവൻ്റെ ഹേർണിയയ്ക്കൊരു ഓപ്പറേഷൻ നടന്നാൽ അത് നല്ലതായിരിക്കും, അല്ലേ പിന്നെ ഭാവിയിൽ അത് പ്രയാസമായി വരും. ആയതുകൊണ്ട് അതിൻ്റെ സമ്മതം ചോദിച്ചു. ഞങ്ങൾ ഫാമിലിയായിട്ട് അത് സമ്മതിച്ചു. എന്നാൽ 1 മണിക്കൂറിന് അകം സർജറി കഴിഞ്ഞ് വരുന്ന കുഞ്ഞിനെ കാണാനായിട്ട് ഞങ്ങൾ 2-3 മണിക്കൂറായിട്ട് കഴിഞ്ഞിട്ട് കാണുന്നില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വളരെ വിഷമിച്ചിരിക്കുമ്പോൾ ഡോക്ടർ വന്ന് പറഞ്ഞു, the fluid is filled up in the lungs, so he is not recovering. So അതുകൊണ്ട് എന്തായി തീരുമെന്ന് അറിയത്തില്ല. they were watching. അങ്ങനെ ICUവിൽ കുഞ്ഞിനെ ചില ദിവസങ്ങൾ കഴിഞ്ഞു. പ്രാർത്ഥനയുടെ ഫലമായിട്ട് ആ കുഞ്ഞിനെ പ്രീമച്യൂർ വാർഡിലേക്ക് കൊണ്ടുപോയി. അവിടെ കിടക്കുന്ന ആ സമയത്ത് എൻ്റെ ഒരു സ്നേഹിതൻ ഡോക്ടർ വന്ന് പറഞ്ഞു, കുഞ്ഞ് ഈ അടുത്ത പകൽക്കാലം കാണുമോ എന്ന് സംശയമാണെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം ആകപ്പാടെ ആകുലചിത്തനായി. ഞാൻ പറഞ്ഞു, ഇതെൻ്റെ ആദ്യത്തെ ഗ്രാൻഡ്സണാണ്. എനിക്ക് കാണണം, അവൻ ഇവിടുന്ന് പോവുകയാണെന്ന് വരില്ല ആ സമയം. അവർ പറഞ്ഞു, വി കനോട്ട് ഡു എനിത്തിങ്, വി കനോട്ട് കീപ്പ് യു ഹിയർ. ദെൻ ഐ സെഡ്, ഇവൻ്റെ കരച്ചിലും ഇവൻ്റെ പ്രകൃതിയെല്ലാം കൊണ്ട് ഞാൻ ആ ഡോക്ടറോട് സജസ്റ്റ് ചെയ്തു, വൈ ഡോണ്ട് ഹി ഗീവ് മീ സം ബ്ലഡ് ഓർ സംതിങ് ഫോർ. എന്നാലും എനിക്കവനെ വിട്ടേച്ച് പോകാൻ മനസ്സില്ലാത്തത് കൊണ്ട് സന്ധ്യയായപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഫാമിലിയോട് പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ പോക്കോ, ഞാനിവിടെ കഴിയുകയാണെന്ന് പറഞ്ഞു. അത് എൻ്റെ അവിടെയുള്ളതായിട്ടുള്ള സൂപ്പർവൈസറോട് പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്താൽ സമ്മതിക്കത്തില്ല.
നിനക്ക് ഒരു റൈറ്റും ഇല്ല ഇവിടെ ഇരിക്കാൻ. യു ആർ ജസ്റ്റ് എ ഗ്രാൻഡ് ഫാദർ. മാത്രവുമല്ല ഇവിടെ ആരെയും ഇതുവരെ ഇരുത്തിയിട്ടില്ല. അതൊക്കത്തില്ലെന്ന് ഞാൻ കരയാൻ തുടങ്ങി. എനിക്കറിയാൻ വയ്യാത്ത രീതിയിൽ എനിക്ക് ധാരധാരയായിട്ട് കണ്ണുനീര് വരുന്നു. അവരെ അവിടുന്ന് തന്നെ അവിടെ നിർത്തിച്ചിട്ട് അവർ പോകുന്നത് കണ്ടു. എനിക്ക് തോന്നി അവരിപ്പോഴും എനിക്കറിയത്തില്ല ആര് കൊടുത്ത പെർമിഷനാണെന്ന്. ചില മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവരൊരു ഏപ്രിൽ കൊണ്ടാണ് വന്നത്. I don't know why he allowed this. If something happened, we all in trouble because we have more than 30 some premature babies are here. ഞങ്ങൾ എന്തെങ്കിലും ചെയ്ത് അബദ്ധം പറ്റിയാൽ they can sue us. Then there will be more trouble. So anyhow, that lady bring the apron, അതും എൻ്റെ ശരീരത്തിട്ടുകൊണ്ട് അവരുടെ ഹൈ ചെയർ തന്നിട്ട് ആ രാത്രി മുഴുവൻ എൻ്റെ വലത്തുകരം ഈ കുഞ്ഞിൻ്റെ മേൽ വെച്ചിട്ട് ഇൻക്യുബേറ്ററിൻ്റെ ഹോളിൽ കൂടെ എൻ്റെ കൈയിട്ടിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ചിലർ വന്ന് പറയും ഇത് നല്ല കാര്യമാണ്, കുഞ്ഞ് ജീവിക്കും എന്നുള്ള ആളുടെ പ്രത്യാശയുടെ വാക്കുകളൊക്കെ പറഞ്ഞു. ചിലർ വന്ന് ബ്ലഡ് എടുത്തുകൊണ്ടൊക്കെ പോകും എന്നുള്ള കാര്യമൊന്നും. രാവിലെ ഡോക്ടർമാർ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് മൂക്കിൽ കൂടെ ഒരു ട്യൂബ് ഇട്ടിട്ടുണ്ട്. ആ ട്യൂബ് എടുത്തിട്ട് പുതിയ ട്യൂബ് വയ്ക്കണം. പഴയ ട്യൂബിനകത്തുള്ള മാലിന്യങ്ങൾ മാറ്റാൻ വേണ്ടിയാണ്. പുതിയ ട്യൂബ് ഇടാനായിട്ട് അവർ വന്നു. അതിൻ്റേതായുള്ള 2-3-4 സ്പെഷ്യലിസ്റ്റുണ്ട്. ആ ട്യൂബ് ഇടാനായിട്ട് ശ്രമിക്കുന്നതായ സമയം ഒന്നുകിൽ കുഞ്ഞ് മരിച്ചു പോകും, അല്ലെങ്കിൽ റിക്കവർ ചെയ്യും. ഇതൊരു 50-50 ചാൻസ് എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അവരെ പുതിയ ട്യൂബ് ഇൻസേർട്ട് ചെയ്യുകയും പഴയ ട്യൂബ് ഡിസ്കണക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് അവർക്കുള്ളത്. അത് വിത്തിൻ നോ ടൈം ഹാസ് ടു ബി ഡൺ. അല്ലെന്ന വരിയിൽ ശ്വാസം മുട്ടുകയും ശ്വാസം എടുക്കാൻ വയ്യാതെ വരികയും ചെയ്യും. അങ്ങനെ ഇൻസേർട്ട് ചെയ്യാനായിട്ട് പുതിയ ട്യൂബ് എടുക്കുകയും ഇൻസേർട്ട് ചെയ്യുകയും പഴയ ട്യൂബ് സ്പെഷ്യൽ ഡോക്ടർ പറഞ്ഞു, ഡോൺ ഇൻസേർട്ട്, wait for a few seconds whether he going to breathe or not. But from there on, he breathed. This is the tube I asked them to give. This was about 40 some years old tube. ഇതായിരുന്നു എൻ്റെ കുഞ്ഞിൻ്റെ മൂക്കിലിട്ടിരുന്നതായ ട്യൂബ്. ഇതൊരു എവിഡൻസിനായിട്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ദൈവം എനിക്ക് വേണ്ടി ചെയ്തതായ വൻകര. ഇന്ന് ആ കുഞ്ഞ് പഠിച്ച് നല്ല ഡിഗ്രി എടുത്ത് കല്യാണം കഴിച്ച് അവനിപ്പോൾ 3 കുഞ്ഞുങ്ങളുമായി ഭാര്യയുമായി കുടുംബമായി ഇവിടെ അടുത്ത് താമസിക്കുന്നു. ഞാൻ പറയുന്ന കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഞാനൊരു ഫെയ്ത്ത് ഇൻ ആക്ഷൻ ബിലീവറാണ്. ദൈനംദിന ജീവിതത്തിൽ കൂടെ നാം വിശ്വസിക്കുന്നത് പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന്. എന്നാൽ ദൈവം അവനെ അനുഗ്രഹിച്ചു, അവൻ സന്തോഷമായി ജീവിക്കുന്നു. അങ്ങനെ ഈ കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫ് ചില ദിവസങ്ങൾക്കകമായിട്ട് പ്രയാസമുണ്ടായി. അവിടെ അബ്നോർമൽ റൈറ്റ് സൈഡിലോട്ടാണെന്ന് തോന്നുന്നു പെയിനുണ്ടായി. ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ ഞങ്ങൾക്ക് പ്രയാസങ്ങൾ വന്നുകൊണ്ടാണ് ഇത്തരം വരെ വന്നത്. 2-3 ദിവസം ഞാൻ വീട്ടിൽ സൂക്ഷിച്ചു. അത് കഴിഞ്ഞിട്ട് ആ സെയിം ഹോസ്പിറ്റലിൽ അവളെ കൊണ്ടുപോയി കാണിക്കാനായിട്ട് അവർ പറഞ്ഞു, വിതിൻ നോ ടൈം യു ഹാവ് ടു ഹാവ് എൻ സർജറി. വൈ ഡോണ്ട് യു ഗീവ് സം മെഡിസിൻ, അഡ്മിറ്റ് ഹർ ഇൻസ്റ്റെഡ് ഓഫ് സർജറി, ഐ സ്കാർ സർജറി. So they said, no, the medicine say surgery. You say pray and give medication, admit. That is not the way medicine say. That is not the way we practice. If you are a
faith believer or something, you can do it, take it home. That word really hurt me. That time she was connected with IB and everything else. അവരെ ഈ സർജറിക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ലിഫ്റ്റും ഇതെല്ലാം വന്നു. അനസ്തീസിയ കൊടുക്കാനായിട്ട് വന്നു. ഹെഡ് നേഴ്സ് വന്നു. 2-3 എല്ലാവരും കൂടെ എമർജൻസി സെക്ഷന് ചുറ്റും ഒരു ബെഡേൽ കിടക്കുകയാണ്. ഈ വാക്ക് പറഞ്ഞപ്പോൾ എനിക്കതൊരു ഇൻസൾട്ട് പോലെ തോന്നി. I told him, I want to talk to the doctor. അവർ പറഞ്ഞു, before you do anything. Then they said, he is in busy. You have to wait for him. Few minutes later, a Korean doctor came. I explained the situation. He said the same thing. Medicine say surgery. You say keep him, give medication, then we will do something. That is not the way medicine say. If you are a faith believer, take it home. He also told me that I told him I'm going to take it home. I asked them to disconnect all the medicine. Everybody is looking after my comment and looking on me. I pulled the curtain around the bed. എൻ്റെ വലതുകരം അവിടെ വേദനയുള്ള ഭാഗത്ത് വയ്ക്കുകയും ഞാൻ കൈ ഉയർത്തി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഡോക്ടർ, അനസ്തീസിയ, നേഴ്സസ്, ഹെൽപ്പേഴ്സ്, ഒരു 6-7 പേരവിടെ ഉണ്ട്. അവരുടെ മധ്യത്തിൽ ഞാൻ നിന്ന് എൻ്റെ അറിയാവുന്ന ഭാഷയിൽ വേദനയോടെ പ്രാർത്ഥിച്ചിട്ട് അവർ പറഞ്ഞു, you have to sign a paper, you are taking on your risk. If something happened, we are not responsible. ഞാൻ പറഞ്ഞു, okay, I will sign the paper. I told my wife to get up. She cannot get up. Then I tell, you better get up. We are going home. ഞാൻ കൈ കൊടുത്തു, വെള്ളം നിറക്കി, അവിടുന്ന് വോക്ക് ചെയ്തു. അവരുടെ ഒരു ഒരു മെയിൻ സെക്ഷനിൽ കൂടെ കടന്ന് ഈ സാധനങ്ങളെല്ലാം അവിടെ നിൽക്കുക. ഇവരെല്ലാവരും എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക, ഈ ക്രൈസി എന്താ ചെയ്യുന്നതെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ പിടിക്കത്തില്ല. അത് ഏതാണ്ട് 40-ഓളം വർഷത്തിന് മുമ്പ് നടന്നതാണ്. He was okay. Then he went to work and supporting the family. അങ്ങനെയുള്ളതായുള്ള ഒരു അനുഭവത്തിൽ കൂടെ ഞാൻ വന്നതായതുകൊണ്ട് എനിക്ക് ഈ പ്രാർത്ഥന എന്ന് പറയുന്നതോ എന്തെങ്കിലും രോഗമെന്ന് പറയുന്നതോ എനിക്കൊരു വലിയ ഭയമായിട്ട് തോന്നില്ല. കാരണം ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ആ ബന്ധം കീപ്പ് ചെയ്യുന്നുവെങ്കിൽ എൻ്റെ പിതാവിനോട് ഞാൻ അപേക്ഷിക്കുന്ന കാര്യം നിർവഹിച്ചു തരും എന്നുള്ളതായിട്ടുള്ള ലെവലിലാണ് ഞാൻ മുൻപോട്ട് പോകുന്നത്. അങ്ങനെ അത്ഭുതമായ വിധത്തിൽ ഞങ്ങളെ വഴി നടത്തി. 6 വർഷത്തിന് മുൻപ് she was diagnosed with a dementia, and she was a very hard worker, and everybody said to take it to the nursing home. I said no. I kept in the place I am living in now. I kept her for 5 years. I hired a couple of people to take care of her. And she went through difficult time, but now she is with the Lord. Today is the anniversary day. 1 year. It is hard, but God helped me thus far and helping me, and especially I come to know you as a friend. I watch your program many years,
Then I thought to get connect with you. That's the reason I called few months ago. And you are age of my son, probably. I don't think more than that. And your wife, your kids, you are in my prayer list. And I appreciate you are doing. This is a good ministry. Many people are getting blessed. And in my age, this is very suitable for me. I watch a lot. May the Lord bless you. താങ്ക് യു അങ്കിളെ. ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഈ സമയത്ത് അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജനിച്ച് വളർത്തപ്പെട്ടതായ ജീവിത നിലവാരത്തിൽ നിന്നും സാഹചര്യത്തിൽ നിന്നും ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി, ദൈവീയ പദ്ധതിക്ക് വേണ്ടി ദൈവം കൊണ്ടുവന്ന ആ വഴികളിലൂടെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എത്ര അത്ഭുതവും അതിശയകരവുമായിട്ടാകുന്നു ദൈവം വഴി നടത്തിയത്. മാതാപിതാക്കന്മാർക്ക് ഒരു ആശ്വാസമായി തീരുവാൻ, സഹോദരങ്ങൾക്ക്, പ്രിയപ്പെട്ടവർക്ക് ഒരാശ്വാസവും അനുഗ്രഹമായി തീരുവാൻ ദൈവം ഉയർത്തിയതായ ആ ശ്രേഷ്ഠകരമായ വഴികൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ഹിതപ്രകാരം അമേരിക്കയിലേക്ക് കൊണ്ടുപോകുവാനും അവിടെ അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതം തുടരുവാനും കർത്താവ് സഹായിച്ചു. അനുഗ്രഹിക്കപ്പെട്ടതായ കുടുംബജീവിതം, മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, അവരുടെ മക്കൾ, അങ്ങനെ എല്ലാവരുമായിട്ട് വളരെ സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുവാൻ കർത്താവ് കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുവാനൊക്കെ ദൈവം ഉപയോഗിച്ച ആ നല്ല അനുഭവങ്ങൾക്കായി, നല്ല ഓർമ്മകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് പിന്നെയും സഹായിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ ഇനി അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നിത്യതയിൽ വിശ്രമിക്കുന്ന ജീവിത പങ്കാളിയെക്കുറിച്ചുള്ളതായ ആ വേദനിക്കുന്ന ഓർമ്മകൾ പറയുകയുണ്ടായി. താൻ പ്രിയം വച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വാത്സല്യ മാതാവ് കടന്നുപോയെങ്കിലും ആ മാതാവിൻ്റെ നല്ല ഓർമ്മകൾ കാത്തു സൂക്ഷിക്കുവാൻ കർത്താവ് പിന്നെയും പ്രിയ അങ്കിളിനെ ബലപ്പെടുത്തട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വാത്സല്യ പിതാവിൻ്റെ സാക്ഷ്യവും ജീവിതാനുഭവവും ഒരു വേറിട്ട അനുഭവമായി തീർന്നുവെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമം നമ്മിലൂടെ മഹിമപ്പെടുവാൻ ലഭിക്കുന്ന ഏതൊരവസരവും നമുക്ക് പ്രയോജനപ്പെടുത്തുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ എന്നും ഇത്തരണത്തിൽ ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും പ്രേക്ഷകരുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ അരോമ ടിവിയുടെ ശ്രോതാക്കൾ കൊണ്ട് വിശേഷിയാൽ പ്രാർത്ഥന നടന്നു വരുന്നു. പ്രേക്ഷകർക്ക് അതിൽ സംബന്ധിക്കാം. ഈ സമയത്ത് പ്രിയ അങ്കിൾ അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചുരുക്കം വാചകങ്ങൾ ഒരു നിമിഷം നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. അങ്കിൾ ഒരു നിമിഷം പ്രാർത്ഥിക്കാമോ? യെസ്. പരിശുദ്ധ പിതാവേ, ഇത് മുഖാന്തരം അനേകർ അനുഗ്രഹിക്കപ്പെടുവാനിടയായില്ല കർത്താവേ. നിലദാസനെയും ദാസിയെയും അവരുടെ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണമേ. അനേകർക്ക് കർത്താവെ ആശ്വാസം പകരുന്നതായ വിധത്തിലുള്ളതായ ടെസ്റ്റിമണികൾ കർത്താവെ പബ്ലിഷ് ചെയ്യുവാനും അതുമൂലം അനേകരെ അനുഗ്രഹിക്കപ്പെടുവാനും ഇടയാക്കുന്നതിനാണ് സ്തോത്രം. സ്വർഗത്തിലും ഭൂമിയിലും സകലയാരും യേശുവിൻ്റെ നാമത്തിൽ നിലദാസനെയും ദാസിയെയും അവരുടെ കുഞ്ഞുങ്ങളെയും ബന്ധപ്പെട്ടവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. യഹോവയാൽ ഇതൊക്കെയും സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിന്റെ നാമോഹത്വത്തിനുണ്ട് ജയിപ്പാൻ ഇടയാകണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. താങ്ക് യു അങ്കിളെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം വചന ചിന്തയുമായി വീണ്ടും കൂടി കാണുവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ
അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com